നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾസിന്റെ പുതിയ വീഡിയോ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ലൈഫ് ബ്ലോഗ്സ് തന്നെയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് നമുക്കിവിടെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാ കാലം ഉൾപ്പെടുത്തിയുള്ള ഒരു വ്ലോഗാണ്. ഞാൻ രാവിലത്തെ ശേഷം ഞാൻ പല്ലേച്ചിട്ടില്ല. ശ്രുതി പോയി എനിക്ക് പല്ലൊക്കെ വെച്ച് പ്രശ്നമായിട്ടുണ്ട്. ഞാൻ പല്ലേച്ച് പ്രശ്നമാകട്ടെ, എന്നിട്ട് വേണം ബാക്കി കാലം ചെയ്യാനായിട്ട്. ഇന്ന് കുറെ വീഡിയോ കൊടുക്കാനുണ്ട് ശ്രുതിക്ക്. കാരണം നമ്മൾ ഇനിയിപ്പോൾ ആഴ്ചക്കാഴ്ച കൂടെ വീട്ടിൽ വരുള്ളൂ. പോയി കഴിഞ്ഞാൽ അതിന് വീട് വൃത്തിയാക്കി പോകാനായിട്ട്. വീഡിയോ ആണെങ്കിൽ ഭയങ്കര ശല്യമാണ്. അതിനെ എങ്ങനെ പിടിക്കാൻ പറ്റും നോക്കിയിട്ട് നടക്കുന്നില്ല. മാറ്റൊന്നും വെച്ചിട്ട് മാറ്റൊന്നും വീഴുന്നില്ല. അല്ലേ എലി? ഭയങ്കര ശോകം അല്ലേ എലി എന്റെ അടുത്ത് എന്തായാലും ആദ്യമേ പല്ലേ കിടക്കി. എന്തായാലും ഇന്നത്തെ കാലാവസ്ഥ ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. വൈകിട്ടാകുമ്പോൾ ഇപ്പം എപ്പോഴും മഴയാണ്. ഇപ്പം നല്ല പ്രകാശമൊക്കെ ഉണ്ട്. നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കുക. ക്ലൈമറ്റ് കണ്ടോ, സൂപ്പറാണ്. ഇന്നും മഴ പെയ്യും. ഇന്നത്തെ മഴ പെയ്യത്ത് ആ മരത്തിൻ്റെ കൊണ്ടയൊക്കെ ചാഞ്ഞതാണ്. ഭയങ്കര കാറ്റും ഇതൊക്കെയായിരുന്നു. രാജമേ പല്ലിയൊക്കെ രാജയുടെ വെള്ളം നിറച്ചിങ്ങനെ കണ്ടോ. ആ കപ്പിൽ നമ്മളെപ്പോഴും വെള്ളം വെക്കുന്നത് കൈ കഴുകാനൊക്കെയാണ്. അപ്പം അത് കാരണം അതിലെപ്പോഴും വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കും. ആ അപ്പം എന്തായാലും പോയിട്ട് വരട്ടെ. ചെരുപ്പ് പൊട്ടിയാ? എന്തുവാടെ എപ്പോഴും ഇങ്ങനെ മുട്ട എന്റെ മുട്ട എങ്ങനെ പൊട്ടി? മര്യാദക്ക് കൈയും കാലും വെച്ച് കിടക്കാൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. പിന്നെ സൂപ്പർ ഗ്ലൂ വെച്ച് പൊട്ടിക്കുന്നത് കണ്ടോ. ആര് തന്നെ കൊണ്ടൊന്നും വേറെ കേട്ട്. എന്നിട്ട് എന്തായാലും ഞാൻ പോയിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ഗൈസ്. എവയ്ക്കിനെ എല്ലാം നശിപ്പിക്കും. എൻ്റെ ചെരുപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ചെരുപ്പ് നിങ്ങൾ നോക്ക് ഗൈസ്. അത് തേഞ്ഞ് കഴിഞ്ഞ് ഇനി ഇല്ല. കണ്ട ഇത്രയായി, കുഴിയായി ഗൈസ് ചെരുപ്പിന്. കണ്ട കുഴിയായി. ഇതിൻ്റെ അടിയിൽ കൂടി കല്ല് എൻ്റെ കാലിൽ പൊത്ത് കയറും. എന്നിട്ട് ഞാൻ അത് കളയാതെ യൂസ് ചെയ്യുന്നുണ്ട്. അവന് ചെരുപ്പ് എപ്പോഴും മുട്ട് പൊട്ടനാ പരിപാടി. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ശ്രുതി നമുക്ക് രാവിലത്തെ കുടിക്കാനായിട്ട് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. വയനാട് കട്ടൻ കാപ്പിയാണ്. വയനാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കട്ടൻ കാപ്പിയുടെ കാപ്പിപ്പൊടിയാണ്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താ കാപ്പി കുടിക്കാം. ഇവിടെയൊക്കെ വൃത്തിയാക്കൽ, ഇവിടെ വൃത്തിയാക്കൽ കഴുകുക മാത്രമാണ്. ഒന്ന് ഒതുക്കിയിട്ട് പേപ്പർ നടക്കും, ഒതുക്കി വലിച്ചിട്ടേക്കാന്നുള്ളത് കൊടുക്കണം. പിന്നെ ഇവിടെ ഫുള്ളായിട്ട് ഒതുക്കി വൃത്തിയാക്കി എടുക്കണം. ഫുള്ള് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് കിട്ടും. ഗ്യാസ് ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. ഗ്യാസ് വരുന്നതുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. വിളിച്ചപ്പോൾ അത് വലിയ ഇതായിപ്പോട്ടാ. ഇന്നലെ ഗ്യാസ് മറ്റേ മറ്റേ വന്നത് ഏത് മറ്റേ അയാളുടെ ഇത് വന്നതില്ലേ മിഞ്ഞാന്നല്ലേ ഇൻഷുറൻസ് വന്നത്. മിഞ്ഞാന്ന് ബുക്ക് ചെയ്തത്. അപ്പോൾ മിഞ്ഞാന്നാണ് ബുക്ക് ചെയ്തത് കേസ്. മിഞ്ഞാന്ന് വന്ന് ഇൻഷുറൻസിൻ്റെ ആൾ വന്ന് ഇന്ന് വരും. തിങ്കളാഴ്ച വെള്ളിയാഴ്ച ഗ്യാസ് ഉള്ള സമയം അല്ലേ? തിങ്കളും വെള്ളിയാഴ്ച തിങ്കളും ബുധന തിങ്കളും വെള്ളി അങ്ങനെ എന്താണ് എന്തോ ആഴ്ച 2 ദിവസം വരുന്നുണ്ട്. ആഴ്ച 2 ദിവസം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിളിച്ച പറഞ്ഞ് കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് ഇന്നെന്തായാലും ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ കട്ടൻ ചോദിക്കട്ടെ. നമ്മൾ ഗ്യാസ് ഇടുന്ന സന്തോഷത്തിലാണ്. ഗ്യാസ് ഇടുന്നത് ഇന്നലെയൊക്കെ പെട്ടുപോയിരിക്കുന്നു. നമ്മൾ ഗ്യാസ് എടുത്ത ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിറക് പെറുക്കി വെക്കാറുണ്ട്. ആവശ്യത്തിനോട് വിറക് ഇടയ്ക്കിടയ്ക്ക് പെറുക്കും. പിന്നെ നമ്മൾ പക്ഷേ നടന്നു വരുന്ന സമയത്തൊക്കെ വന്നേക്കാൻ വളരെ കണ്ടെടുത്തുകൊണ്ട് വരും ചെയ്യും. അങ്ങനെ കൊണ്ടുവച്ചാൽ പല തടിയാണ് ഇപ്പം സൈഡിലൊക്കെ അതൊക്കെ എടുത്ത് കത്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെറുക്കി ചോറ് ഫുഡ് തോന്നിട്ടില്ലായിരുന്നു. കിട്ടും, അതോടെ കാര്യം. പിന്നെ ഗ്യാസ് തീർന്നപ്പോൾ നമ്മൾ വീണ്ടും പഴയ പോലെ അടുപ്പിലാവാം. നമ്മൾ സ്ഥിരമായിട്ട് അടുപ്പ് ഉപയോഗിച്ചിരുന്നത്. ഗ്യാസ് അത്ര അധികം ആയിട്ടില്ല, 1 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കട്ടൻ കാപ്പിയും പിന്നെ കപ്പ പുറത്ത് കുറച്ചിട്ടുണ്ട്. അത് കഴിക്കാം. നോക്കണം മീൻ. മീൻ വാങ്ങുന്നില്ല. നമുക്ക് പോട്ടെ. അപ്പോൾ എന്തായാലും കട്ടനും കപ്പയും കഴിച്ചിട്ട് പിന്നെ അപ്പുറത്തും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ആകുമ്പോഴത്തേക്കാണ് അവിടെ പോയി കഴിക്കാം. 11 മണി ലേറ്റ് ആണ്. ഉച്ചത്തിൽ തന്നെ എൻ്റെ ഫോൺ പക്ഷേ വീഴാത്താണല്ലോ. എന്തൊരു മെസ്സേജ് വന്നാലും വീഴാത്ത സാധനമാണ്. എന്തൊക്കെയാ പറഞ്ഞൂടാ. എൻ്റെ തലയിൽ ഇതുകൊണ്ട് ഗൈസ്. ആദ്യം വെയിലത്ത് നടന്ന് തളർന്ന് ബനിയനൊക്കെ വിയർത്ത് നാറിയിട്ട് ബനിയനെ ഊരിയിട്ടിരുന്നിട്ട് ചായ കുടിക്കുന്നു. ഞാൻ നടക്കാൻ വേണ്ടി പോയിട്ട് കുറെ നടന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് നടന്നത് പക്ഷെ ലൈറ്റായി പോയി. 7:30 നടക്കാൻ വേണ്ടി പോയത്. സാധാരണ 6 മണിക്ക് പോകുന്നത് 7 മണിക്ക് 7 നടക്കാൻ വേണ്ടി പോയിട്ട് 9 വരെ നടന്നു. നല്ലതാ മാമ. നമുക്കിത് ഇവിടെ ഇപ്പോൾ വെയിൽ വന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ഇവിടം വരെ വെയിലടിക്കും. നമ്മൾ ഷീറ്റ് വാങ്ങിച്ച് ഇവിടെ കെട്ടണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീട് കണ്ടോ ഗൈസ്, ഇവിടെ ഇങ്ങനെ വെള്ളം ഇറങ്ങും. മുകളിൽ നിന്ന് ഫുള്ള് ഇടിഞ്ഞ് വീണ് രാത്രി മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. റൂമിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ നിൽക്കാറുണ്ടോ? കണ്ടോ, ഇടിഞ്ഞ് വീണിട്ട് ആ കമ്പി വരെ കണ്ടു തുടങ്ങി. ഇവിടെ ഇടിഞ്ഞ് ഇതാ കമ്പി വരെ കാണാം. ഈ ഓട്ട ഫുള്ള് എലിയാണ്. അതാണ് എൻ്റെ ഏറ്റവും സങ്കടം. പിന്നെ എൻ്റെ എന്താ പറയുക കൊച്ച് ഇതെനിക്ക്
വാങ്ങിച്ചു തന്നത് ഞാൻ കരഞ്ഞ് വിളിച്ച് ആദ്യത്തെ അകത്ത് വാശി പിടിച്ചിട്ട് വാങ്ങിച്ചു തന്നെയാണ്. മിന്നൂന അതിന് അത് മേടിച്ചു തന്നത് നമ്മള് മുത്തപ്പൻ കോവിലിൽ പോയപ്പോ വാങ്ങിച്ചതാണ്, കണ്ണൂര്. ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഇപ്പോൾ പൊങ്കാല നേദിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആർജെ കുളിക്കുകയാണ്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എന്തായാലും പൊങ്കാല നേദിക്കാൻ പോകുന്ന അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ആർജെ പോയി കുളിക്കട്ടെ. ഞാൻ കുളിച്ച് ഷെഡ് അവിടെ ഇരിപ്പുണ്ട്. മുകളിൽ വിറക് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഷെഡിൻ്റെ അകത്ത് നിന്ന് കുളിക്കുക. ശരി. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഞാൻ ആ സമയം കൊണ്ട് ഇച്ചിരി വിറകൊക്കെ പെറുക്കിക്കൊണ്ട് വെച്ച്. അപ്പോൾ എന്തായാലും ഞാൻ ആ സമയം കൊണ്ട് ഇച്ചിരി വിറക് പെറുക്കിക്കൊണ്ടിട്ട് ആർജെ ഫോണിലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അപ്പോഴത്തേക്കും റെഡി ആവട്ടെ. ഞാൻ കുളിച്ച് ഗൈസ്, കുളിച്ച് സെറ്റായി. ആർജെ അവിടെ പോയിട്ട് കണ്ടോ, തെങ്ങിൻ്റെ അവിടെ മുള്ളും ഗൈസ്. അവിടെ പോയി നിൽക്കണത് അവലക്ഷണം പിടിച്ച ദിവസമാണ്. എന്തായാലും എൻ്റെ പപ്പായ പഴുത്തിട്ട ഗൈസ്, പഴുക്കണം. വെയിറ്റിംഗ്. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നടക്കാൻ അമ്പലത്തിലോട്ട് പോകണം. ആർജ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞാൻ ബാക്കിലേ പോവുകയാണ്. ഇത് മഴക്കാറ് നന്നായിട്ടുണ്ട്. പാത്രം എടുത്തില്ല, ഉണ്ടാന്ന് നോക്കട്ടെ. എന്നിട്ട് അമ്പലത്തിൽ ചോറ് മേടിക്കണ കാര്യം. എന്തായാലും പോയിട്ട് നോക്കട്ടെ. ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് കവറിൽ മേടിച്ചോണ്ട് വരാം. കവർ ഇവിടെ കടയിലും മണിയമ്മാവൻ്റെ കടയിൽ ചോദിച്ചാൽ തരും. എന്തായാലും പോവാം. നല്ല മഴക്കാറുണ്ട്, നോക്കാം. കാല് പൊക്കി വെച്ച് നടക്കാം. ഇങ്ങനെ നടക്കും, കണ്ട. എന്തായാലും നമ്മൾ നടന്ന് നല്ല കാറ്റുണ്ടെങ്കിൽ നല്ല ചൂടുമുണ്ട്. പിന്നെ സൺലൈറ്റ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോകാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഇതാണ് എല്ലാവരും പൈസ മുടക്കി വെക്കണ ഒരു പ്ലാന്റാണ്. ഇതിലെ പൂവാണിത്. തത്തമ്മ എന്ന് ഞങ്ങൾ പറയും, തത്തമ്മ. ഇത് കാണാൻ ഒരു തത്തമ്മയുടെ ഷേപ്പാണ്. കാണിച്ചു തരാം. ഒരു പൂ പറിക്കട്ടെ. ഇതിൻ്റെ കറ കണ്ടോ, ഒരു തത്തമ്മയുടെ ഷേപ്പ് എന്ന് പറയാൻ കാര്യം കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇതെങ്ങനെ വയ്ക്കും, കാണിച്ചു തരാം. ഇത് പൈസ കൊടുത്ത് വാങ്ങണേ. നമ്മളെ കാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അയ്യോ, ആർച്ച് ഇത്രപ്പെടുന്ന അങ്ങെത്തിയോ. മൈ ഗോഡ്, ഓടി പിടിക്കട്ടെ ഗൈസ്. ഇതാണ് ആ ചെടി, കണ്ട, തത്തമ്മ പോലെ ഇരിക്കുന്നത് കണ്ട, നല്ല രസമല്ലേ. ഇതാണ് ആ ചെടി. എന്തായാലും പോവാം, ആർജനെ പിടിക്കട്ടെ. ഇവിടെ ഒരു അലവലാതി ഷാജിയുണ്ട്, കണ്ടോ നിങ്ങൾ. കാണാൻ നല്ല സുന്ദരനാണ്, പക്ഷെ വെറും അലവലാതി സ്വഭാവം. വഴി അടക്കാൻ സമ്മതിക്കില്ല. ആർക്കും ബുക്കൂടെ. എത്ര വർഷമായിട്ട് നമ്മളെ കാണുന്നില്ല, എന്നാലും കുറയ്ക്കും. നമ്മൾ മാത്രമല്ല, എല്ലാവരും കണ്ടല്ലോ. ഇതന്നെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് പോവാം. നമ്മളെ സ്പീക്കർ ഉണ്ടോ ഗൈസ് ഇരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ. നിങ്ങൾ കാണുന്നുണ്ടോ, കോളാമ്പിയാണ് കേട്ടോ. അതാ ഇരിക്കുന്നത്. അടിപൊളിയല്ലേ കോളാമ്പി ഇരിക്കുന്നതൊക്കെ. റബ്ബറിന്റെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. എന്തോ പാട്ട് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതാണ് എന്തായാലും മ്യൂട്ടായി പോവായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, കോപ്പിറൈറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അപ്പം നമ്മളിന്ന് ഇതുവഴി പോകാമെന്ന് വെച്ചിട്ടാണ് എളുപ്പം. അപ്പോൾ ഇതുവഴി നമ്മൾ ഇറങ്ങിയാണ്. എന്തായാലും പെട്ടെന്ന് പോകാം. എല്ലാവരും കഴിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ടൊക്കെ വരെയാണ്. നമുക്ക് തന്നെ ഇതുവഴി അങ്ങ് ഇറങ്ങാൻ തുടങ്ങി. ഇതുവഴി നേരെ വഴിയുണ്ടെന്ന് പറയും. അപ്പോൾ എന്തായാലും പോകാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അല്ലേ അജയ്? നമ്മളെന്തായാലും പോയി നോക്കാം. ഇവർ രണ്ട് എട്ടപ്പിള്ളേരാണ് കേട്ടോ. ഉണ്ട്, പക്ഷെ എനിക്കറിയത്തില്ല. പണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ കൂടെ ഒക്കെ നടക്കം പറയാം. അപ്പോഴേ നമുക്കറിയാം കേട്ടോ. ഓട്ടത്തിനൊക്കെ നിൽക്കുന്നത് വേണ്ടേടാ. എല്ലാവരും ഉണ്ട്, പരുത്തിക്കുഴി എല്ലാ ടീമും ഉണ്ട്. കൊള്ളാം, പോവല്ലേ. പൊങ്കലെ കഴിഞ്ഞതാണ്. ആദ്യമായിട്ട് അർജ് ഇങ്ങനെ വീട് വഴി കൂടെയൊക്കെ ഇവിടെ കണ്ടത്. റബ്ബർ കാട്ടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ പോയിട്ട് അങ്ങ് പോകണം. എന്തായാലും പോവാം. നമ്മൾ എന്തായാലും ഇത്രയും ദൂരം വന്നു കേട്ടോ മകളിൽ നിന്ന്. എന്തായാലും പോവാം. കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പേടി. എല്ലാവരും പോയി കേട്ടോ പരുത്തിക്കുഴി. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നല്ല, എല്ലാ നാട്ടിലെയും പ്രത്യേകത. ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഭക്ഷണം കഴിക്കാനൊക്കെ എവിടെ നിന്നായാലും വരും. എത്ര ദൂരമാണെങ്കിലും അതൊരു രസമാണ്. നമുക്ക് വല്ലപ്പോഴും കൊല്ലത്തിൽ നടക്കുന്നൊരു പരിപാടിയല്ലേ. അപ്പോൾ അത് കാരണം എല്ലാവരും വരും. ഇവിടെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ അധിക ദിവസമില്ല കേട്ടോ. ഇന്ന് മുതൽ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ തീരും. എന്നുവെച്ചാൽ 1-ാം തീയതി കഴിയും. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഫൈനലി നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി. അമ്പലം മുകളിലാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ പോകണം. ഇവിടെയാണ് പ്രോഗ്രാം. ഇന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പോകാം. പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം. പോയി വന്നു. ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഉണ്ട്, പക്ഷേ ഒറ്റ കടയുള്ളൂ. ഒരു അപ്പൂപ്പൻ മാത്രമേ എപ്പോഴും ഇടത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇവിടെ നേരെ കയറി പോകാം. ഗൈസ്, ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടെ എന്തായാലും ക്യൂ നിന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇവിടെ നല്ല തിരക്കാണ്. എൻ്റെ അമ്മയെ പൊട്ട വെയിലത്ത് ക്യൂ നിൽക്കണം. ശരി, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതാണ് ക്യൂ നിൽക്കാം. എന്തായാലും പതുക്കെ കയറാം, നമുക്ക് സമയമുണ്ടല്ലോ അല്ലേ അർജേ? ധൃതിയൊന്നുമില്ല, പതുക്കെ കയറാം. സന്തോഷേട്ടൻ ഇങ്ങോട്ടായിരുന്നു. സന്തോഷേട്ടൻ ഭാര്യ എല്ലാവരും ഉണ്ട്. അപ്പം എന്തായാലും നോക്കാം. അതാണ് ഇവിടെയാണ് പൊങ്കല കഴിഞ്ഞിട്ട് അടുപ്പുകൾ ഇങ്ങനെ അവനവൻ തന്നെ കല്ലൊക്കെ കൂട്ടിയുള്ള സെറ്റപ്പാണ്. എന്തായാലും ഇവിടെ ക്യൂ ഇങ്ങനെ നേരത്തെ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ നല്ല എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും ഭക്ഷണം അപ്പം അതൊക്കെ പോയത് വലിയ തിരക്കൊന്നുമില്ല. അമ്മച്ചിമാരൊക്കെ ഇവിടെ ഇതിൻ്റെ അടിയിലൊക്കെ ഒളിച്ച് നിൽക്കുകയാണ് എന്ത് വെയിലത്ത്. അപ്പോൾ നല്ല വെയിലുണ്ട്, അതാണ് ഒന്ന്. എന്തായാലും നോക്കാം. അവസാനം നമ്മൾ തള്ളി ഉന്തി കയറി കഴിച്ചു. ഇവിടെ നല്ല തിരക്കുണ്ട്. നല്ലതാണ്, അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നോക്കാം. ആർജ് എന്തായാലും ഇവിടെ ഫസ്റ്റ് കയറി പറ്റി, ഞാനും കയറി പറ്റി. എന്തായാലും കഴിക്കാം. ആർജിന്റെ ഇല കീറിപ്പോയി. പച്ചപ്പഴമാണ്, സാരല്ല, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പഴിപ്പിച്ച് എന്തായാലും കഴിക്കാം. ചോറൊക്കെ വരട്ടെ, സാമ്പാർ വരട്ടെ, പുളിശ്ശേരി വരട്ടെ, എരിശ്ശേരി വരട്ടെ എന്ന് പറയുമ്പോഴത്തേലും സിനിമ ഡയലോഗ് പോലെയാണ്. അങ്ങനെ ഫൈനലി ചോറ് പരിപ്പ് എല്ലാം വന്നു. ആർജയുടെ കൈവച്ച് തുടങ്ങി. എന്നാലും പെട്ടെന്ന് കഴിക്കണം, എന്നാലും അടുത്ത് വരുള്ളൂ. ഇനി സാമ്പാർ നോക്കാം. അടുത്ത് പിന്നെ സാമ്പാർ വന്നു. അടുത്ത ട്രിപ്പ് ചോറും വന്നു. വെള്ളം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ചോറും സാമ്പാറും വന്നത് കാണിച്ച് കഴിക്കാണെങ്കിൽ എന്തായാലും കഴിക്കട്ടെ. എന്തായാലും കേസ് നമ്മളത് ഭക്ഷണം കഴിച്ച് ഇറങ്ങി കേസ്. അടിപൊളിയാണ് അവിടുത്തെ. നോട്ടീസ് വാങ്ങാൻ വേണ്ടി വാ നോട്ടോ, വാ നമുക്ക് നോട്ടീസ് ബോർഡ് നോക്കാം. പോയിട്ട് നോട്ടീസ് വാങ്ങണം, അതിനുവേണ്ടി പോകണം. നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും നോക്കണം വൈകിട്ട്. പിന്നെ നാളെ മറ്റാൾക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 1-ാം തീയതി നമുക്ക് നിൽക്കില്ല, 1-ാം തീയതി നമുക്ക് പണിക്ക് കയറണം. ഞാൻ അവിടെ നിൽക്കാം, പോയിട്ടാ ശ്രുതി പോയിട്ടാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കാം. ഭക്ഷണം കഴിച്ച് കേസ് അടിപൊളി സദ്യയായിരുന്നു കേസ്. കാരണം ചോറ് പരിപ്പ് ഫസ്റ്റ് വന്നതിന് ശേഷം വീണ്ടും ചോറ് സാമ്പാർ വന്ന്, അതിനുശേഷം പായസം വന്ന്, 2 കൂട്ടം പായസം വന്ന്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുളിശ്ശേരി വന്ന്, പിന്നെ രസം വന്ന്, മോര് വന്ന്, എല്ലാം വന്ന് നമ്മളെല്ലാം കഴിച്ച് ആസ്വദിച്ചു. കുറേ അടിപൊളി നല്ല ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ്. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഇവിടുത്തെ സദ്യയും ഇഷ്ടമാണ്. പിന്നെ സമയം ഫാസ്റ്റായിട്ട് കഴിക്കിട്ട് എന്നാലും കുഴപ്പമില്ല. ഞാൻ നല്ല ഫാസ്റ്റായിട്ട് കഴിക്കും, ശ്രുതിയാണ് ഫാസ്റ്റായിട്ട് കഴിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമുണ്ടായില്ല. നമ്മൾ ഫുഡ് ഫാസ്റ്റായിട്ട് കഴിച്ചു. എന്നാലും രാത്രി ഭക്ഷണം നോക്കട്ടെ. രാത്രി ഭക്ഷണം ഉണ്ടെങ്കിൽ രാത്രി വരാമല്ലോ. രാത്രിക്ക് പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞിവിടെ നോക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോകണം, വീടൊക്കെ വൃത്തിയാക്കാനുണ്ട്. പിന്നെ തുണിയൊക്കെ ഇറക്കാനുണ്ട്. കുറേ കളിച്ചാണ്. എൻ്റെ ഷൂ ഒക്കെ കൈയിടാനുണ്ട്. കുറേ പണിയുണ്ട്. അപ്പോൾ ഷിബിച്ചേട്ടൻ പണ്ട് പോകാൻ നമുക്ക് ജോലിക്ക് കൊണ്ട് ആവശ്യമൊന്നുമില്ലടാ. ഞങ്ങൾ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അവിടെ പോലും ഭക്ഷണമൊക്കെ ഉണ്ടെന്നൊക്കെ കൊണ്ട് പോകണേ. എല്ലായിടത്തും ഉത്സവം. ഇപ്പോൾ ഈ ഉത്സവ സീസൺ തീരുമാനിക്കാൻ ഫുഡ് ഉണ്ടാവും. തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഉണ്ട് തോന്നുന്നല്ലേ? ഞങ്ങൾ തിരുവനന്തപുരം ജില്ല എല്ലായിടത്തും ഉണ്ട് തോന്നുന്നു. പാലോട് നമുക്ക് പോകണ്ട് നാളെ ശ്രുതിയുടെ പ്രോഗ്രാം ഉള്ള സ്ഥലം. അതുകൊണ്ട് ഇവർക്ക് ഇവിടെ പ്രോഗ്രാം ഇല്ല അല്ലേ? നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോവാം. പണിയാണ്. അങ്ങനെ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആർജ വീശി നടക്കുകയാണ്. സത്യം അടുത്തു ഗൈസ്. ആർജിങ്ങനെ നടക്കാനൊന്നും വയ്യ. കണ്ട കാല് വെച്ച് നടക്കണായിട്ട് കാല് മടക്കി നിർത്തി വെച്ചാണ്. കൈ നേരെ പിടിച്ചാണ്. കണ്ട ഇല്ല, സമാധാനം തരത്തില്ല. എന്തായാലും പോവാം. കണ്ട ഗൈസ് ചീത്ത വിളിച്ചു. എടാ പോണേ, നിന്റെ അമ്മ എവിടെ? ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരുക. എവനെയും പഞ്ചായത്തുകാർ പിടിച്ചുകൊണ്ട് ഇവൻ്റെ കിങ്ങിനെയൊക്കെ സർജറി ചെയ്ത് മാറ്റിയതാണ് ഗൈസ്. അതുകൊണ്ട് ഇവന് തലമുറകളില്ല. അവനൊന്നും ചെയ്യില്ല, അവന് കണ്ണിന് വയ്യ. അവൻ്റെ കണ്ണിന് എന്തോ പറ്റി. പോട്ടാടാ, ഉണ്ണിയെ കടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ തടി കുറഞ്ഞു, മെലിഞ്ഞു. മറ്റേത് ഗുണ്ടനാണ്, ഗുണ്ടുപക്രുവായിരുന്നു. ചൂടൊക്കെ അല്ലേ, നമുക്ക് പോവാം. നല്ല രസമല്ലേ ഗൈസ്? കടലാസ് പൂന്നൊക്കെ പൂത്തിരുന്നുണ്ട. വാവ്, ഇവിടെ എല്ലായിടത്തും പൂക്കളുണ്ട്. നല്ല പൊട്ട വെയിലാണ് ഗൈസ്. കഷ്ടം. ആ ചേട്ടൻ പൈസ ശമ്പളം ഉള്ളതുകൊണ്ടാണ് എടുക്കണമെങ്കിലും ഈ വെയിലുണ്ടല്ലോ, ഭയങ്കര വെയിലാണ്. ആ ചേട്ടനെ സമ്മതിക്കണം. ഈ പൊട്ട വെയിലത്ത് ആ ചേട്ടൻ ഇതിൻ്റെ പൂമ്പേട്ട് കളച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ ഞങ്ങൾ? പണിക്കാരനാണ്, പക്ഷെ എന്തായാലും ഒറ്റയ്ക്കേ ഉള്ളൂ. കണ്ടോ എന്താ ആ ചേട്ടൻ ഒറ്റയ്ക്ക് ഇന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നു. എന്തായാലും കൈതച്ചക്ക നടണയാണ്. പുച്ചക്കയുടെ തൈ പുതിയത് നടണയാണ്. ഇപ്പം മഴയൊക്കെ ഇല്ല, അത് കാരണം നട്ടുപിടിപ്പിക്കുന്നതാണ്. പോവാം വീട്ടിലോട്ട്. നമ്മൾ തിരിച്ചത് വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രുതി ഇവിടുത്തെ വിറക് പുറക്കെടുക്കണം. കാരണം ഗ്യാസ് തുറന്ന സ്ഥിതിക്ക് ഗ്യാസ് വരുമെന്നുകൊണ്ട്
വന്നിട്ടില്ല വരും. എന്നാലും ഗ്യാസ് വന്നാലും നമുക്ക് വിറകിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഒരുപാട് അടുപ്പിൽ ഉപയോഗിക്കാറുണ്ട് നന്നായിട്ട് ഇല്ല നിശോ. അതുകൊണ്ടാണ് ഒരു ഗ്യാസ് അതുകൊണ്ട് നമ്മൾ 8 മാസം ഒരു ഗ്യാസ് ഉപയോഗിച്ചത്. ഇല്ല അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക ഗ്യാസ് 8 മാസം 8 കൊല്ലമായി എല്ലാത്തിനും സമയം അടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും 2028 ആവുമ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു വീട് സെറ്റ് ചെയ്യും. എൻ്റെ ലൈഫിനെ സെറ്റ് അതിനാവും. പിന്നെ ഈ പറഞ്ഞ പോലെ 8 മാസം ഒരു ഗ്യാസ് ഇട്ട് ഉപയോഗിച്ച് നമ്മൾ അടുപ്പും കൂടി ഉപയോഗിച്ചിട്ട് വരില്ല അല്ലേ നിഷു? അല്ലെങ്കിൽ 8 മാസം ഗ്യാസ് ഇട്ട് ഓടൂലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് ഉപയോഗിക്കണമെങ്കിൽ അടുപ്പും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വിറക് എടുക്കുമല്ല. അപ്പോൾ കിടക്കുന്ന വിറക് എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ നടന്നു വരുന്ന സമയത്തൊക്കെ കാണുന്ന വിറക് എടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കാറുണ്ട്. അങ്ങനെ വെച്ച് വെച്ചാൽ ഒരു നല്ലൊരു വിറക് അവിടെ ഇരിക്കണം വീട്ടിൽ ഇല്ലേ നിഷു? ഒരു ലോഡ് വിറക് നമുക്ക് വീട്ടിലിരിക്കുന്നത് അങ്ങനെയാണ്. കൊടുത്തു വിട്ട് അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ വിറക് കുറച്ച് പോയിട്ടുണ്ട് അത് വേറെ കാര്യം. എന്നിട്ടും നമ്മൾ കണക്ക് പറഞ്ഞല്ല നമ്മൾ വിറകിൻ്റെ വിറക് കൊടുക്കും. അതാണ് മഴയത്ത് വീണതാണ്. ചെറിയ നനവുള്ളൂ വലിയ നനവില്ല. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നല്ല ചൂടാണ് ഗൈസ്. ഞാൻ വിയർത്തൊക്കെ കാണിച്ചില്ല. നോക്കൂ ഗൈസ് ഞാൻ വിയർത്തേക്കണോ? എൻ്റെ നെറ്റൊന്നും കാണുന്നില്ല. വിയർത്തടിച്ചേക്ക് ഇറങ്ങുന്നത് രണ്ടുപേരും വിയർത്ത. ഇത് വേറെ മോഡാ സാധാ ക്യാമറ. അപ്പോൾ വിയർത്ത് കുളിച്ച് നിൽക്കുന്നത് മെയിനായിട്ട് ഇതുകൊണ്ടാണ് ഗൈസ് ചൂട്. അങ്ങനെ വിയർത്ത് കുളിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിന്നെ വിറകിന് ഈ ചൂട് പോലെ സുഖമായിട്ടോടെ മോങ്ങാനായിട്ട് അത് അറിയില്ല. അപ്പോൾ ചെറിയ നനമണിക്കും കുഴപ്പമൊന്നുമില്ല. എടുക്കാന്ന് വെച്ചിട്ട് എടുക്കുകയാണ്. അങ്ങനെ സൂക്ഷിച്ചിട്ട് ഇവിടുത്തെ വിറകൊക്കെ എടുക്കുകയാണ്. കാണുന്ന വിറകൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ പറക്കാൻ ഇഷ്ടംപോലെ വിറക് കിട്ടും. അത് കിട്ടും. കുറേ കയറുമ്പോൾ കയറണം. ഇത് വേണമെങ്കിൽ ഒരു ആപ്പയ്ക്കുള്ള നമ്മൾ ഓർക്കും ഇല്ല നിശ്ചയം. അതേറെ കാര്യം. അതിൽ കൂടുതൽ വിറക് ഇടുന്നുണ്ട്. അത് ഉറപ്പാണ്. വേറെ ആളുകളൊന്നും പെറുക്കിയിട്ട് പോയി മുകളിലത്തെ ആളുകളൊക്കെ ഒന്ന് പെറുക്കിയിട്ട് പോയിട്ടും വിറക്. എന്നിട്ട് നമുക്ക് വിറക് ആവശ്യം കിട്ടുന്നില്ലേ? അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ചെറിയ വിറകാണ് ഇഷ്ടം ഗൈസ്. പെട്ടെന്ന് കത്തുമല്ല. അതുകൊണ്ട് ചെറിയ ചുള്ളികളെ കൂടുതൽ എടുക്കുള്ളൂ. വലിയ വണ്ണമുള്ള എടുക്കില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ വണ്ണമുള്ള. വലിയവരുടെ ഇഷ്ടമില്ല. കാരണം കുറേ സമയം എടുക്കും കത്തി പിടിക്കാനായിട്ട്. പക്ഷെ കത്തിയ നട്ട് കത്തുക അതോ കാര്യം. അടുപ്പ് നിറഞ്ഞേക്കും. ശ്രുതിക്ക് എപ്പോഴും ചെറുതാണ് ഇഷ്ടം. അതുകൊണ്ട് ശ്രുതി കൂടുതൽ ചെറുതെടുക്കുള്ളൂ. അതാണ് ആർത്തി വേണം. എന്തായാലും വിറക് എടുത്തിട്ടുണ്ട്. വലുതാ അടുത്തുണ്ട്. ഞാൻ വിറക് എടുത്തിട്ട് പ്ലീസ്. അവിടെ വലിയ വിറക് എടുപ്പുണ്ട്. വലുതല്ല ചെറുത് തന്നെ. നീളത്തിലുള്ളതാണ്. എടുത്ത് നോക്കാം. എനിക്ക് നടക്കാൻ പറ്റിയില്ലേ? ഇതെടുക്കാണ് ശ്രുതി പറഞ്ഞത്. എടുത്തുകൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ എടുത്തുകൊണ്ട് പോകണം. എന്താണ് എന്തോ കാര്യമുണ്ട്. ഓടിപ്പോട്ടെ. എന്താണ്? അയ്യോ ഫുള്ള് കൊതുകാണല്ലോ കയ്യിലൊക്കെ. ആദ്യം ഒരു എനിക്ക് വേണം. ഇപ്പുറത്താണ് സുഖത്ത് ഫുള്ള് കൊതുകായിരുന്നു ഗൈസ്. കാലടിക്കടിക്ക് ഈ മൂന്നത്തടിക്ക് ഞാൻ അടിക്കണ കൊന്നതല്ല നീ ശിവനേ. ആർജെ അങ്ങനെ വിയർത്ത് കുളിച്ച് ഡ്രസ്സ് മാറാൻ വേണ്ടിട്ടുള്ള അമ്മ വിയർത്ത് കുളിച്ച് ഡ്രസ്സ് വിയർത്ത് ഒലിച്ച്. ശരിയെന്നാ ഇനിയിപ്പോ കുറച്ച് റെസ്റ്റ്. അത് കഴിഞ്ഞായിരിക്കുന്ന കലവും പാത്രം കഴുകണം, ഡ്രസ്സ് കഴുകണം, ഇവിടെ വൃത്തിയാക്കണം. നോക്കാം. അപ്പോൾ ഗൈസ് കുറേ നേരം കിടന്നിറങ്ങി ഞാൻ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. കൂടി കിടക്കായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് പണികളൊക്കെ തീർക്കണം. വീടൊക്കെ ഒതുക്കി സെറ്റാക്കി എടുക്കാണ്ട് ഇനി ചടപടേന്ന് ഫാസ്റ്റ് എല്ലാം തീർത്തിട്ട് നമ്മൾ പെട്ടുപോകും. കാരണം നമുക്ക് നാളെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നാളെ ശ്രുതിക്ക് പ്രോഗ്രാമൊക്കെ അതുകൊണ്ട് നാളെ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും.
അപ്പോൾ ഇന്ന് തന്നെ തീർത്തോണം. കാരണം മറ്റന്നാൾ നമ്മളിവിടെ ഉണ്ടാവില്ല. മറ്റന്നാൾ നമ്മളിവിടെ നിന്ന് പോവുകയാണ്. 1-ാം തീയതി നമുക്ക് ശ്രുതിക്ക് ജോലിക്ക് കയറണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പോവാണ്. ശ്രുതിക്ക് ഹോം കെയറിൽ പേഷ്യൻ്റ് കെയറിൽ കയറണം. അപ്പോൾ അതിനോട് 1-ാം തീയതി ജോലിക്ക് ശ്രുതി കയറി കഴിഞ്ഞാൽ പിന്നെ ശ്രുതി ബിസി ആയിരിക്കും. പിന്നെ ശ്രുതി ആഴ്ചയിൽ 2 ദിവസം മാത്രം ലീവിന് വരുള്ളൂ. അല്ല ശ്രുതി, അതുകൊണ്ട് തിരക്കായിരിക്കും. അതുകൊണ്ട് പറ്റില്ല വൃത്തിയാക്കൽ. അപ്പോൾ ഇതൊക്കെ ഒതുക്കി സെറ്റാക്കി എടുക്കണം. ഫുൾ പണികളാണ് ഇനി. ശ്രുതി ആയി തന്നെ ആ ചോറ് കേടായില്ല. ഇന്നലെ വെച്ച ചോറായി ഞാൻ കേടായിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രുതി കഴിക്കാൻ വേണ്ടി പോകണം. എനിക്ക് വിശക്കണ്ട? എനിക്ക് വിശപ്പില്ല. ഇത് വേറെ വന്നിരിക്കുക. ഞാൻ നിറയെ അമ്പലത്തിൽ ഫുഡ് കഴിച്ചു കേസ്. ഞാൻ എടി നീയും സദ്യനെ കഴിച്ചത്. നീയും സദ്യനെ കഴിച്ചത്. ശ്രുതിക്ക് വിളമ്പിയ ചോറ് ശ്രുതി കുറച്ചേക്ക് തന്നത്. എന്നാലും അതുകൊണ്ട് ചട്ടിയിട്ടുള്ള ബാക്കി ചോറ് ശ്രുതി കഴിക്കാൻ വേണ്ടി പോവാണ്. ശ്രുതി കഴിക്കട്ടെ. എന്നിട്ട് വേണം അതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ. ഇല്ലേ ശ്രുതി? എല്ലാം ചാടാ വടന്ന് പാസ്വേഡ് തീർത്തോളം. വൈകിട്ട് അമ്പലത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. 6 മണിക്കാണ് ഫുഡ് അമ്പലത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ആ 6 മണിക്കിറങ്ങിയാണ് വീട്ടിരുന്നത്. പക്ഷേ അതിന് മുമ്പ് കുടിച്ച് പക്ഷേ താഴെ പോയിട്ട് അവിടെ പോയിട്ട് പിള്ളേരുണ്ടെങ്കിൽ അവർ വരുന്നില്ല, അവരെയും കൊണ്ടുപോകാം. അല്ല നിശോ? അല്ല അവർ വരുന്നില്ലെന്നാണ് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ കുഴപ്പമില്ല. നമ്മളെന്തായാലും പോകും. അല്ലേ ശ്രുതി? അവർ വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ പോകാൻ. നമുക്ക് അമ്പലത്തിൽ ഫുഡുണ്ട്. നമുക്ക് പക്ഷേ വെറുതെ പട്ടിണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ, അല്ലേ? അപ്പോൾ അതാണ് ഇനി പരിപാടി. പെട്ടെന്ന് ഒതുക്കി തീർക്കാനുള്ള കാര്യം ചെയ്യാം. ശ്രുതി അടുപ്പിൽ ചാരൊക്കെ മാറ്റി വൃത്തിയാക്കാണ്. ഇവിടെ വൃത്തിയാക്കി എടുക്കണം ഫുള്ളായിട്ട്. അല്ലേ നിശു? ഇവിടെ ഫുൾ ഒതുക്കി വൃത്തിയാക്കണം. അകം വൃത്തിയാക്കാനുണ്ട്, കട്ടിൽ വൃത്തിയാക്കാനുണ്ട്. എൻ്റെ കുഞ്ഞു താമസം കണ്ണുള്ളതാണ്. കുറേ പണിയുണ്ട്. ഇല്ലേ നിശു? എല്ലാം ഫാസ്റ്റ് എടുക്കണം. എനിക്കൊന്നൊരു 5 മണി പത്തനായി. എനിക്ക് 5:30 മണിക്ക് വരെ തീർത്തിടണം. അലക്കിയിട്ട് ഒന്നും കൂടി കുടിക്കാൻ ജസ്റ്റ്. ഞാൻ കുടിക്കും. ശ്രുതി കുടിക്കില്ല. അപ്പോൾ ഞാൻ പക്ഷെ ഒന്നുകൂടി കുടിക്കും. അപ്പോൾ ശ്രുതിക്ക് തുണി ഇറക്കാനുണ്ട്. അപ്പോൾ തുണി ശ്രുതി ഇറക്കും. പക്ഷെ കുളിക്കില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, കുളിക്കണ്ട. പിന്നെ ഈ വിറകെടുത്ത് ഈ താഴെ വിറകെടുത്ത് മുകളിൽ കയറ്റി വെക്കണം. അപ്പം വിറകിന് മുകളിൽ വേസ്റ്റ് സാധനം മാറ്റണം. കുറേ പണികളുണ്ട് ഗൈസ്. എല്ലാം ഒതുക്കി പെട്ടെന്ന് നിർത്തിയാലും ഏതൊരു ശല്യം കാരണം എന്താ അവസാനം പൂച്ച ശല്യമാവും. എനിക്കറിഞ്ഞു ഏതോട്ടെ KGF പറഞ്ഞ പോലെ എന്താണ് എന്തോ പറയൂലേ, എലികളെ ഒലട്ടാൻ വേണ്ടി നിങ്ങൾ വീട്ടകത്ത് മൂക്കം പാമ്പ് നാഗപ്പാമ്പ് മൂക്കമ്പാമ്പിനെ കൊണ്ട് വിട്ടിട്ട് എല്ലാവരും വീട്ടിൽ ഓർമ്മ അവസ്ഥയായി മതിയില്ല. അതുപോലെയൊക്കെയാണ് സ്ഥിതിക്കുന്നത്. പൂച്ച കൊണ്ടിട്ട് പൂച്ച വാങ്ങി ശരിയായി മാറും അവസാനം. നീ എന്തായാലും എലി വരുന്ന വഴി മനസ്സിലാക്കില്ല. വഴി കൊണ്ട് വിടാൻ നമുക്ക് ഏത് അത് കുഴപ്പമില്ല, വെക്കാം. അതുമായിട്ടും പിന്നെ വരും. ഇന്നെന്തെങ്കിലും നാളെ ഒന്നും വീഴില്ല. അപ്പോൾ പാത്രം കൊണ്ടുപോകട്ടെ പൈസ അവിടെ. പാത്രം കൊണ്ടുപോകാം. കുറച്ചൊക്കെ ഞാൻ കൊണ്ടുപോകണം. ശരി കൊണ്ടുപോട്ടെ. പോട്ടെ. വെള്ളം കോരണം. ഈ വെള്ളം കോരൽ മടുത്തു പൈസ. ഒരു മോട്ടർ കുത്തിക്കാൻ ശരിക്കും വന്നാൽ കുഴപ്പമില്ല. മോട്ടറൊക്കെ വെക്കാം നമുക്ക്. ഇല്ല നിശു? നമ്മൾ മോട്ടർ വെക്കുന്നതായിരിക്കും. ഒരു ടാങ്കൊക്കെ കൊണ്ട് മോട്ടർ വെച്ച് പൈപ്പൊക്കെ സെറ്റാക്കിയാൽ വെള്ളം കോരൽ ഒഴിവാകും. പക്ഷേ എന്നാലും വെള്ളം കോരി കുടിക്കുന്ന സൂപ്പർ പ്രത്യേകം. അല്ലേ നിശു? അതിൻ്റെ തണുപ്പ് ഒരു വേറെ ഫീലാണ്. പക്ഷേ നീ കുടിക്കില്ല തണുപ്പിരിക്കും. കുടിക്കാറുണ്ട്. പക്ഷേ കുടിക്കാറില്ല. ശ്രുതി തണുത്തത്തിൽ കുടിക്കും. കുടിക്കാറില്ല, നല്ല തണുത്തത്തിൽ കുടിക്കാറില്ല. അത് ബക്കറ്റ് വെള്ളമില്ലേ? ഞാൻ വെള്ളം അപ്പോൾ നീ വെള്ളം കൂടി നോക്കട്ടെ കേസ്. അപ്പോൾ പണികൾ തുടങ്ങിയാൽ പാസ് എടുത്തിട്ടില്ല. ശ്രുതി ഓടിപ്പിട്ട് നീ അവിടെ നോക്കിയോ? ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. പാത്രം കൊണ്ട് കൂടിയാ മഴ പൊടിയുന്നുണ്ട് ചേർത്ത് കേസ്. അപ്പോൾ മഴ അത് പെയ്താൽ ഇന്ന് രാത്രിയും പൊടിക്കും. ഇന്ന് രാത്രി നടക്കും. വിളിച്ചോ? എന്നിട്ട് ഇങ്ങനെ പൊക്കിയും വൈകൂടെ നടന്ന് ചുറ്റി കൊണ്ട് വെച്ചാൽ മതി. എന്താ എന്നെ കൊല്ലുകയാണ് കോളം ആണ്. മഴ പെയ്ത് തുടങ്ങി. ശ്രുതി അകം വൃത്തിയായിക്കൊണ്ടിരിക്കുക. തട്ട് വൃത്തിയാകട്ടെ. പച്ചക്കറി എടുത്ത് എടുക്കാനുണ്ട്. അതൊക്കെ എടുത്ത് ഇടക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ധൃതി വരുമ്പോൾ എല്ലാം എടുത്ത് ചോടുന്നാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ അതൊക്കെ എടുക്കട്ടെ. പിന്നെ പച്ചക്കറി എപ്പോഴും നിരത്തി ഇടണം. പിന്നെ കുതിര ഇവിടെ കൊണ്ടിട്ട് കേടായി കളഞ്ഞു. അത്രേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിച്ച് കളഞ്ഞു. അത്രേ ഉള്ളൂ പ്രത്യേകത. ശ്രുതി അങ്ങനെ നിൽക്കണം. അടിയായിട്ട് വാങ്ങിച്ചു വന്നത് കൊണ്ട് കളയുക. അതാണ് ശ്രുതിയുടെ മെയിൻ പരിപാടി. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ശ്രുതി പറയാറ് ഇടയ്ക്കിടയ്ക്ക്. വേണം അപ്പോൾ കിച്ചണിലെ ഫുഡ് കൊണ്ട് അവിടെ കട്ടെ. അതുകൊണ്ട് അവിടെ റൂമിൽ വെക്കാം. ഇത് ഷെൽഫിൽ ഇത് പൊട്ടാത്ത പാക്കറ്റ് കുഴപ്പമില്ല. അപ്പോൾ പൊടിയപ്പോൾ ഭരണിയിലാക്കിയപ്പോൾ കല്ലിപ്പോൾ നമ്മൾ ടിന്നിലാക്കാനുള്ള പ്രശ്നത്തിലാണ് ശ്രുതി. കാരണം അത് പാക്കറ്റിൽ വെച്ചിട്ട് ഫുള്ളും വെള്ളം ഇറങ്ങുന്നത്. ആ കട്ടിൽ ഫുള്ളും കുട്ടികളാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട്. അതെ അതെ, നമ്മൾ ന്യൂസ് പേപ്പർ വാങ്ങിച്ചു വിരിച്ചിട്ടാണ് ഒടിക്കുക ചെയ്യുന്നത്. എന്താണ് ഉപ്പ് കേടാവില്ലല്ലോ?
അത് കട്ടയായിരിക്കും, കളഞ്ഞേക്ക്. കട്ട പിടിച്ചാൽ കല്ല് വല്ലായിരിക്കും, ചെളി. ആ അവരവിടെ നിന്ന് ഇതാക്കിയപ്പോൾ ചെളിയായിരിക്കും, നമ്മളതായതല്ല. ഉപ്പിലും മായമോ? ഫ്രീ ആയിട്ട് കടലിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ വെള്ളം അല്ലേ? എന്തായാലും കല്ല് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി സാധനം കുതിക്കെടുത്ത് വെക്കണം. അപ്പോൾ കട്ടൻ്റെ കുറച്ച് വേസ്റ്റ് ആവാത്തുള്ളതൊക്കെ എടുത്ത് വൃത്തിയാക്കി ഇനി ഈ സ്ഥലം കൂടെ വൃത്തിയാക്കി എടുത്ത് ഞാൻ പരിപാടി ഓരോ സ്ഥലത്ത് വൃത്തിയാക്കി എടുക്കാം. അതേ ഉള്ളൂ. ആ പച്ചക്കറി കൊട്ടയക്കണതൊക്കെ ഇതായിരിക്കും സുധിര കുപ്പി. അത് ട്രാവൽ കുപ്പിയാണ് അല്ലേ വിഷു? യാത്ര പോകുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. ആ വേറെ ലൈറ്ററുണ്ടോ? ലൈറ്റർ ആവശ്യമുണ്ട്. ഇവിടെ പെട്ടെന്ന് കോയിലെത്തിക്കാൻ ലൈറ്റർ തപ്പേണ്ട അവസ്ഥയായിരിക്കും ചില സമയത്തൊക്കെ. ആ നല്ല റൂമുണ്ട്, അതൊക്കെ ആ സഞ്ചിയുടെ ചെയ്യും, നമുക്ക് ആവശ്യം എടുക്കാം. ഫെർട്ടിലൈസർ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു മാറ്റ് ഷീറ്റ് വാങ്ങിക്കാം. അതാണോ? അത് വേസ്റ്റ് കളയാൻ വെക്കാൻ കൊണ്ട അത് വരുമ്പോൾ കൊണ്ടുപോയിക്കോട്ടെ. നമുക്ക് കുപ്പിയൊക്കെ അതിനകത്ത് നിറച്ച് നോക്കി നോക്കാം. അതാകുമ്പോൾ അവർക്ക് എടുത്തിട്ട് കൊണ്ട് പോകണല്ലോ അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ സമയം ഇത് നമ്മളിനി ഇവരുണ്ടായിക്കോട്ടെ. അടുത്ത മസാല പ്ലാസ്റ്റിക് ഇല്ല, അവരുണ്ടായിക്കോട്ടെ. ഇവിടെ വേസ്റ്റൊക്കെ വെക്കുന്നുണ്ട്, ഉപകാരപ്പെടും. ബാക്കിയുള്ളതൊക്കെ ശ്രുതി ഒതുക്കി സെറ്റാക്കി വെക്കാണ്. സെറ്റാക്കി എടുക്കട്ടെ. പച്ചക്കറി കൊണ്ട് ഇവിടെ തന്നെ ശരി, ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ അതാണ് പച്ചക്കറി കൊണ്ട് വണ്ടി കേട്ടോ. അത് ഇപ്പുറത്ത് വെക്കണോ? പച്ചക്കറി കൊണ്ട് ഇവിടെ വെക്ക്. നിൽക്കണോ? ആണോ? പാത്രം വെക്കുമ്പോൾ ഈ കതവ് മറിഞ്ഞ് വീണാൽ പൊട്ടാത്ത പാത്രം, കതവ് മറിഞ്ഞ് വീണാൽ പൊട്ടാത്ത പാത്രം വെക്കണം. വെളിച്ചെണ്ണ അവിടെ വെക്ക്, ഷെൽഫിൽ വെക്ക്. ഷെൽഫിൽ വെച്ചിട്ടാ? ഷെൽഫിനകത്ത് അടിപൊളി. രണ്ടിനും ഓട്ടയാ. ഇത് കണ്ടില്ലല്ലോ, അത് ഫുള്ള് എണ്ണയാ ഷെൽഫിൽ. അപ്പൊ അതിന് വൃത്തിയാക്കണം. അത് വൃത്തിയാക്കണം, അത് ഇന്ന് നടക്കൂല. നാളെ ചെയ്യാം. ഇന്നിപ്പോ തിന്നു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ഒന്നും എത്തൂല. എവിടെ ബാക്കി നാളെ ചെയ്യാം. അതുകൊണ്ട് എടുക്കുക ആ സാധനം. ആ ഇതുകൊണ്ട് എടുക്കുക, അതുകൊണ്ട് തൂക്കിയൊക്കെ എടുക്കും. എഴുതുമ്പോൾ തൂക്കാം ഉണ്ടോ? ആ അവിടെ തൂക്കി വെച്ച് അങ്ങനെ അന്ന് വറുത്ത് വെച്ചത് കൊണ്ട് നിങ്ങൾ പേടിക്കുന്നത്. ഈ സാധനം വന്ന് കൈ തട്ടിയപ്പോൾ വല്ല ചെറന്തി ഒരു 2-2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ ഈ അടുക്കളയൊക്കെ നിർത്തി പണിക്കാരെ നിർത്തി ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ ഒരു ഗേറ്റ് ഇട്ട് അല്ലേ, ഇവിടെ ഒരു ഗ്രില്ല് അടിച്ചു കഴിഞ്ഞാൽ സെറ്റ്. ഇവിടെ വാതിലില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഒരു ഗ്രില്ല് അടിച്ചു കഴിഞ്ഞാൽ അല്ലേ, രണ്ടിടത്ത് 2 ഗ്രില്ല് ഇട്ട് കഴിഞ്ഞാല് എല്ലാം സെറ്റ് ആവുകയും ചെയ്യും. ഇവിടെയൊക്കെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാല് ഇവിടെ നമുക്കൊരു ബെഡ് ഇട്ട് കിടക്കാം, ആരെങ്കിലും വരുമ്പോഴൊക്കെ കിടക്കാനും അവിടെ ഒന്ന് ഭക്ഷണവും കഴിക്കാം അല്ലേ. ഈ വൃത്തിയാക്കി അടുക്കള എടുത്തെനിക്ക് അവിടെ തീ എത്തിക്കാൻ പറ്റൂല, പക്ഷെ അത് പണിതിരിക്കുന്ന രീതി ശരിയല്ലാത്തോണ്ടാണ്. ഡ്രസ്സാ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വൃത്തിയാക്കി ഉണ്ടോ? സാധനങ്ങളൊക്കെ അടുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ജസ്റ്റ് അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വേസ്റ്റ് ഇത്രയും പുറത്ത് ചെയ്തൊക്കെ കത്തിക്കാനുള്ള പേപ്പറാണ്. ഈ പേപ്പറിലെ കുറേ സംഭവം കിടന്ന് പിന്നെ വേസ്റ്റ് അങ്ങനെ എല്ലാം നമ്മൾ പെറുക്കി എടുത്തിട്ടുണ്ട്. ആ പ്ലാസ്റ്റിക് ഇട്ടിട്ട് പോ, അടപ്പത്തിന് എത്തി കിടന്നത് അടപ്പിട്ടുണ്ടോ? അത് ആ ബോക്സ് ഉണ്ട്, അത് അവന്മാർക്ക് അടുത്ത മാസം വെറുതെ വന്ന് കാശ് വേണ്ടി പോകണ്ടല്ലോ, കൊണ്ടുപോകുമ്പോൾ വേസ്റ്റ് വല്ലതും കൊണ്ടുപോകണ്ടേ അവിടെ. അത് നല്ല അടപ്പല്ലേ? ആ എന്തായാലും പോട്ടെ, കുഴപ്പമില്ല, പോട്ടെ. ഇവിടെ എന്താക്ക് എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ നമ്മളൊക്കെ കുഴിയായത് പന്നി കിടന്നിട്ടുണ്ട് ഗൈസ്. പണ്ടൊക്കെ ആണെങ്കിൽ ചെടിയെങ്കിലും കുഴച്ചടിക്കാം, എവിടെ നിന്ന് ഇച്ചിരി മണ്ണ് കിട്ടും.
അതാണ് ഇപ്പോൾ കുഴച്ചടിക്ക് മണ്ണുമില്ല, വെള്ളമുണ്ട് പക്ഷെ മണ്ണില്ല. അപ്പോൾ നമുക്ക് സിമെൻറ്റ് വെച്ചിട്ട് അടിക്കാം. നമ്മുടെ സിമെൻറ്റ് മുകളിൽ മണ്ണ് നമ്മുടെ കുഴപ്പമില്ല, കുറച്ച് ആ മണ്ണ് എടുത്തുകൊണ്ടിരാം നമുക്ക്. അത് കൂട്ടിയെടുക്കണമെന്നുള്ളൂ, നമ്മൾ മണ്ണ് കുറച്ച് കുഴപ്പമുണ്ട്, അതെടുത്തിട്ട് കൂട്ടിയെടുത്തുകൊണ്ട് അതെടുത്ത് നമുക്ക് ഇതാക്കണം, അത്രേ ഉള്ളൂ. വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പോഷൻ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞു. ഇനി കിടന്ന് നമുക്ക് കുടിക്കാനുള്ള കാര്യം ചെയ്യണം, അലക്കാണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, പാത്രം കഴുകാൻ വേണ്ടി പോകണം. ഇത് കത്തിക്കാളെ കുറച്ച് കത്തിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, ഇവിടെ ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ചൂടൊക്കെ എടുത്ത് മാറ്റട്ടെ ഞാൻ. ഇത്രയും മണി തീർത്തു. ഇപ്പോൾ പോയിട്ട് പാത്രം കൊണ്ട് വെള്ളം കോരി കൊടുക്കണം, തുണി ഇറക്കണം, വെള്ളം കോരി കൊടുക്കണം, കുടിച്ച് പ്രശ്നമാണ്, കുറേ പണിയുണ്ട് കേസ്. ഗ്യാസിൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, നമ്മൾ എന്താ എടുക്കാമെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ പാത്രം ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. നമ്മൾ വെള്ളം കോരട്ടെ, പണികൾ പെട്ടെന്ന് തീർക്കട്ടെ, പെട്ടെന്ന് അലക്കി കുളിച്ച്. കുതിരെടുത്തോണ്ടിട്ടെ ശ്രദ്ധിക്കുക, എല്ലായിടത്തും കുതിരെത്തിച്ചേക്കണം, നമ്മൾ വേറെ കഴിയും. അപ്പോൾ കേസ് ഞാൻ അതേ കുതിര എത്തിച്ചിട്ടുണ്ട്, ഇനി കൊണ്ട് കുത്തിയേക്കട്ടെ. ഇനിയിപ്പോൾ കുതിരടി ചാവും. കുതിര പാത്രം ഏകദേശം തീരാറായി ഗൈസ്, കുറച്ചുകൂടെ ഉള്ളൂ. ഇതൊക്കെ കൈ കഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തീർത്ത് തുണി അലക്കാണ്ട് ഒരു ഡ്രമ്മ് നിറച്ച് തുണിയുണ്ട് അവിടെ, അത് അലക്കിയെടുക്കാണ്ട്. കൊതിരി വെച്ചിട്ട് കൊതിരി ഇവിടെ വെച്ചപ്പോൾ കാറ്റ് ഇങ്ങോട്ടായിരുന്നേ, അവിടെ വെച്ചപ്പോഴേക്കും കാറ്റ് അങ്ങോട്ട്. നോക്കിയേ എവിടെയോ കൊതിരി എത്തുന്നത്. എന്തായാലും കൊതു കടിക്കായിരുന്നു ആദ്യമായിരുന്നു അല്ലേ? കുഴപ്പമില്ല, അത് വെള്ളം പുരട്ടെ പെട്ട്. അപ്പോൾ സൂര്യ പാത്രം കൈ ഒതുക്കിയിട്ട് തുണി അലക്കാൻ വേണ്ടി കയറിക്കുക. കിച്ചു വന്നിട്ട് കിച്ചു കിച്ചന് ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് വന്നിട്ട് വെള്ളം കോരണം. വെള്ളം കോരി തിന്നിട്ടില്ല, കാരണം തുണി അലക്കാൻ വേണ്ടി ഊരിപ്പിക്കാണ്ട് വെള്ളം വേണ്ടേ. കിച്ചു തീടെ നിൽപ്പുണ്ട്, അവിടെ ഫുഡ് കൊടുക്കണം. ഇത് അവനോട് സ്നാക്സാണ്, ഈ സ്നാക്സ് ഒരെണ്ണം കൊടുക്കാം. ഏറ്റവും മോനെ നിന്നെ എടി ഇത് നീ ആണല്ലോ, നിങ്ങൾക്ക് അവിടെ നെറ്റിപ്പൊട്ടൊക്കെ വെച്ചിരിക്കുന്നത്, നെറ്റി ആരെ പൊട്ടൊക്കെ. അപ്പോൾ ഫുഡ് കൊടുക്കാൻ വെച്ചിട്ട് മീറ്റിങ്ങാണ്. വെയിറ്റ് ഇട്ടെ, വെയിറ്റ് കത്തി അടച്ച് കത്തി അടച്ചോ, കത്തി അടച്ചേ, കത്തി ഓഫ് കത്തി കാണാനില്ല, ഇവിടൊന്ന് കാണാനില്ല കത്തി. തലയ്ക്ക് അങ്ങോട്ട് പതിവൊന്നും കത്തിയില്ല. അതേ ഇരിക്കുന്നു പേപ്പറിൻ്റെ ഇവിടെ കൊണ്ട് ചെയ്യാൻ മനസ്സിലാവണം. ഇത് ഇങ്ങനെയൊക്കെയാണ് വെച്ചേക്കുന്നത്. വെയിറ്റ് നമുക്ക് തരാം. അവന് ഗ്രേവി ഇത് കൊടുത്തപ്പോൾ കഴിച്ചില്ല, അവന് ഗ്രേവി കൂടി വേണം, അങ്ങനെ കഴിക്കുള്ളൂ. അല്ല അല്ലാതെ കഴിക്കട്ടെ, പക്ഷെ എന്നാൽ എന്തായാലും ഇത് ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇതൊന്നും കൊടുക്കട്ടെ ഫസ്റ്റ്. കഴിച്ചോളാം, ഇഷ്ടപ്പെടും, കഴിച്ചോ. നീ കഴിക്കണം തന്നെയാണ്, മണത്ത് നോക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എന്നാ എടുത്തുണ്ട്, എടുത്ത് കഴിക്കടാ. എടാ മണ്ട, നീ കഴിക്കണ ഫുഡ് തന്നെയാണത്. ഇവനെ കൊണ്ട് ശല്യമാണല്ലോ, അവൻ കഴിക്കണല്ലേ. കണ്ടോ കഴിച്ചു, ആ പാത്രം വെച്ചപ്പോൾ അവൻ എടുത്ത് ഇതാക്കി കടിച്ച് താഴ്ത്തിട്ട് കഴിക്കാണ്. കഴിക്ക് ഗ്രേവിയുള്ള ഫുഡ് തരാം നിനക്ക്. നീ അതാദ്യം കഴിക്കും, സ്നാക്സ് കഴിക്കാം ആദ്യം. അടിക്കത്ര പടിയോ. പ്ലേറ്റ് വെച്ച് കൊടുത്താലും മണത്തിട്ട് കഴിക്കും. ഇതാ മണത്ത് വെച്ച് കൊടുക്കുന്നത്, അതേ മണത്ത് വെച്ചിട്ട് ഞാൻ പ്ലേറ്റിൽ എടുത്ത് കൊടുത്ത്. കടിച്ചിട്ടിക്ക്. ടേസ്റ്റി സ്നാക്സാണ്, ഇവൻ കഴിക്കുന്നതാണ്. എന്തിട്ടോ അത്ര കഷ്ടപ്പെടുന്നത്. ഇപ്പം മച്ചാൻ കടി കിട്ടി. ഇനി ഞാൻ തിന്നോളൂ, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട്. ഞാൻ കഴിച്ചോ. ആ 2 വർഷം കൊണ്ട് കഴിച്ചോട്ടാ, കളയാതെ. ഞാൻ അവൻ്റെ ഗ്രേവി പൊട്ടിച്ച് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. കേസിനെ പ്ലേറ്റ് കുഴച്ച് വെക്കണം. ഇത് കുഴച്ച് വെച്ചാൽ കഴിക്കും. ഇപ്പം ഞാൻ ഈ സ്നാക്സ് കൂടെ ഇത് കുറിച്ച് കഴിക്കും. അവിടെ വെയിറ്റ് ചെയ്യണോ, നിങ്ങൾക്ക് തരാം. വെയിറ്റ് ഈ സ്നാക്സ് കൊണ്ട് കുഴക്കാം. അത് ഞാൻ കഴിക്കില്ല, അവൻ വൈകിട്ട് എനിക്ക് ഇതാ മോൻ കഴിക്കുന്ന ഫുള്ള്. കാരണം ഗ്രേവി ഉണ്ടല്ലോ, ഈ ഗ്രേവി ഇഷ്ടമുള്ള സംഭവമാണ്. നീ നോക്കിയോ കഴിച്ചു, തീർക്കുന്ന വഴി അറിയില്ല അതൊക്കെ. കഴിക്കേ ഇനി നോക്കിയോ കഴിച്ചു, തിരിച്ച് ഫുള്ളും തിന്നീർക്കും. അവൻ്റെ ഗ്രേവി കൂടി വെച്ച് കൊടുത്താൽ അവൻ കഴിക്കും. ഇപ്പോൾ അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ ഇനി വെള്ളം കുടിക്കാത്തതിന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ആ ഗ്രേവിയുടെ കവറിൽ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവന് ഈ വെള്ളം കുടിക്കുന്ന നോക്കിയോ ഗൈസ്, ഉണ്ടായി വെള്ളം വെച്ച് കൊടുക്കട്ടെ. വെള്ളം കുടിക്കാത്തവൻ മീൻ കഴുകി വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി സുഖമായിട്ട് എന്തായാലും കഴിക്കട്ടെ. ആവശ്യം കഴിച്ചിട്ട് പോകും. എന്തായാലും അവൻ്റെ വിശപ്പ് മാറട്ടെ. നല്ല ഹെൽത്തി ഫുഡാണ്. റോഡ് വീലറിന് കൊടുത്തിട്ടുള്ള ഫുഡാണ്. ബാക്കി നമുക്ക് കുറച്ച് തന്നിട്ടത് ആണ് കിച്ചനോട് കൊടുത്തത്. ആ പണിസ്ഥലത്ത് പോയ സമയത്ത് അവിടുത്തെ ചേച്ചി തന്ന ഫുഡാണ്. അപ്പം തുണിയൊക്കെ അലക്കി ഇങ്ങനെ നേരത്തി വിരിച്ചിട്ടുണ്ട്.
ഇപ്പം നേരെ അമ്പലത്തിലോട്ട് പോവാം. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഗ്യാസ് വന്നില്ല ഗൈസ്, അവരെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. നമ്മൾ നടന്ന് നമ്മളെല്ലാവരും നിങ്ങൾ കണ്ടോ, നമ്മുടെ അവിടുത്തെ ആകാശത്തിൻ്റെയൊക്കെ ഒരു വ്യൂ കണ്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടി. സന്ധ്യയ്ക്ക് ശരിക്കും ഇവിടെ നിന്ന് വൈകിട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര രസമാണ്. രാത്രി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ ഒരു ഇതെന്നുള്ളത് കാണിച്ചു തരാം. ഇതുണ്ടോ, സൂപ്പറല്ലേ? നമ്മുടെ സ്ഥലം എപ്പോഴും ഭയങ്കര വാവ് എന്ന് പറയാൻ പറ്റും. കാരണം ഒരു വല്ലാത്ത വ്യൂ ആണ്. ഇതിൻ്റെ ശരിക്കും താഴോട്ട് ഞാൻ കാണിച്ചു തരാം. നാളെ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും ഇപ്പം നമ്മൾ പോട്ടെ, അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുത് പ്രോഗ്രാം വല്ലതും ഉണ്ടെങ്കിൽ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വരാം. അങ്ങനെ ഫൈനലി നമ്മൾ റോഡെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട്. കുറേ ആൾക്കാരൊക്കെ പോകുന്നു. എന്തായാലും പോവാം. അപ്പോൾ നമ്മൾ നടന്നിങ്ങനെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് നമ്മളെ പരുത്തിക്കുഴിയിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പോയ മീൻസ് ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാൻ പോയ അതേ വഴി തന്നെയാണ്. അപ്പോൾ ഇപ്പോഴായപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു സൗകര്യമായി അല്ലേ അർജെ? ലൈറ്റ് ഇട്ടത് എന്തായാലും സൗകര്യമായി. കാരണം ടോർച്ചിൻ്റെ വെട്ടം അത്രയും നമുക്ക് ലാഭിക്കാമല്ലോ. അപ്പോൾ എന്തായാലും പോകാം. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് പ്രോഗ്രാം കാണാനുള്ള സ്ഥലം പിടിക്കാമായിരുന്നു. എന്തായാലും നോക്കാം, പോവാം. നമുക്കിവിടെ റബ്ബർ തോട്ടത്തിൽ നിന്നാലും ഉത്സവപ്പറമ്പ് കാണാൻ വേണ്ടി പറ്റും. കാരണം കണ്ട ലൈറ്റ് ഇട്ടിരിക്കണം, കണ്ട നമ്മളിതിലേ കൂടിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് അത്രയും ദൂരം നമ്മളങ്ങ് പോകണം. അങ്ങാണ് അമ്പലം. എന്തായാലും പോവാം. നമ്മളങ്ങനെ വഴിയിലോട്ട് കയറി. ഇനി ഇവിടെ നേരെ പോവാം. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കേൾക്കുന്നു. കോപ്പിറൈറ്റ് കിട്ടുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും പോകാം. അതാണ്, വേറെ വല്ല പാട്ടും കേൾക്കും ഗൈസ് കോപ്പിറൈറ്റ് ആണെങ്കിൽ. അപ്പോൾ എനിക്ക് എന്തായാലും നീലയിലെക്കാട്ടി മഞ്ഞ ലൈറ്റും പച്ച ലൈറ്റൊക്കെയാണ് ഇഷ്ടം. വെള്ളം എനിക്കിഷ്ടമില്ല. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട്. കണ്ട നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിൻ്റെ സൈഡെത്താറായി. നല്ല രസമാണ്. ഇവിടുത്തെ ലൈറ്റ്സൊക്കെ കാണാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെരുന്നാൾ, പള്ളി പെരുന്നാൾ ആയാലും എല്ലാ ഉത്സവങ്ങളിലും പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടം ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഗ്രാമിനെക്കാട്ടി കൂടുതൽ എനിക്കിഷ്ടം ലൈറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആൾക്കാർ വന്ന് സ്ഥലമൊന്നും പിടിച്ചിട്ടില്ല, ഭാഗ്യം. പക്ഷെ കസാരയൊന്നും ഇട്ടിട്ടില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നുള്ളി പെറുക്കേണ്ടി വരും തോന്നുന്നു ഇപ്രാവശ്യം. ഇന്ന് ഇവിടുത്തെ പിള്ളേരുടെ കളിയാണ്, നല്ലിക്കുഴിയിലെ ടീമിൻ്റെ ഡാൻസാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം, പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് അമ്പലം, ചെറിയൊരു അമ്പലമാണ്. നമ്മളെന്തായാലും അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി. ശിവനെ കാണിച്ച് കുഴപ്പമുണ്ടോ? അമ്പലം എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങി ശരിയിറങ്ങി. ഞാൻ നോട്ടെ പെട്ടെന്ന് ഇന്നത്തെ പ്രോഗ്രാമൊക്കെ എടുക്കാൻ പറ്റുന്ന നോട്ടെ മാക്സിമം. അപ്പോൾ ഗൈസ് ഇവിടെ തന്നെ രാവിലത്തെ ഭക്ഷണം കൊടുത്തില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. അവിടെ തന്നെയാണ്. ഇവിടെ വെള്ളമുണ്ട്. എന്തായാലും നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി. എന്തായാലും ഫുഡ് കഴിക്കാം. നമുക്ക് ഫുഡ് കൊടുത്തു തുടങ്ങി പറഞ്ഞാൽ നമ്മളെ പോയി നോക്കട്ടെ. അപ്പം ഫൈനലി ഇവിടെ അന്നദാനം നമ്മൾ നൈറ്റ് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്യൂവിലാണ്. അതായത് ഫുഡ് പോയി വാങ്ങിക്കാം. വലിയ തിരക്കൊന്നും ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ നോക്കാം. ഫൈനലി നമ്മൾ ഇഡ്ഡലി, വട, ചമ്മന്തി, സാമ്പാർ അങ്ങനെ എല്ലാം കൂടെ കഴിക്കാൻ. അപ്പോൾ ആർജെ ഇവിടെ കഴിക്കായിരുന്നു. നല്ല വിഷയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം. അതെ, കഴിച്ചിട്ട് ബാക്കി വിശേഷം. പെട്ടെന്ന് പോകാം, ഡാൻസ് കാണാനുള്ളതിന്. രണ്ടാമത് ഇഡലിയെന്ന് മൂന്നാമത് ഇപ്പം കൊണ്ട് വെച്ചിരിക്കുന്നത്. ആർജയ്ക്ക് 3 കൊണ്ട് തട്ടി ഇല്ലേ ആർജ? ഇതിപ്പോ 3ാമത്തെ ട്രിപ്പാണ്. ഈ പറഞ്ഞ അപ്പൂപ്പനാണ് തന്നത്. തകർത്ത് തന്നിട്ട് കൈ 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 പറയാൻ പാടില്ല. 9 ഇഡലി. ആഹാ, കഴിഞ്ഞ വർഷം ഇവിടെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഗൈസ്. കഴിക്കുമ്പോൾ വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കും. അങ്ങനെയായിരുന്നു. കാരണം കഴിപ്പിച്ചിട്ട് വിടുള്ളൂ. കഴിഞ്ഞ വർഷം ബിരിയാണി ഉണ്ടായ സമയത്ത് എന്നെ പിടിച്ചിരുത്തി തിരിച്ചു പോയതുകൊണ്ട് കുറെ വാരി തന്നത് നിന്നെ ഭക്ഷണം കഴിപ്പിച്ചിട്ട് വിട്ടവര്. ഇന്ന് ഇപ്രാവശ്യം അങ്ങനത്തെ ഇഡലിയും കുറെ വാരിക്കോരി തന്ന് നമ്മളെ നേരിട്ട് അറിയാത്ത ആൾക്കാരൊക്കെ തന്നെയാണ്. എങ്കിലും സ്നേഹത്തോടെയൊക്കെ വാരിക്കോരി കഴിച്ചിട്ട് പോയെന്നിട്ട് തന്ന് വീണ്ടും ഇട്ടെന്ന് 3 പ്രാവശ്യം ഇട്ടെന്ന് ഇപ്രാവശ്യം. അതുകൊണ്ട് കുറെ കഴിക്കാൻ പറ്റിയില്ല. എന്നാലും ഫുള്ളും കഴിച്ച് അവരുടെ കാര്യം ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഭക്ഷണം ഞാൻ പിന്നെ വേസ്റ്റ് ആക്കാറില്ല. ശ്രുതി നമുക്ക് ഇരിക്കാൻ വേണ്ടി കസേരയൊക്കെ എടുത്തോണ്ടെന്ന് എനിക്ക് ശ്രുതിക്ക് വേണ്ടിയായിട്ട്. അതാകുമ്പോൾ ഇരുന്ന് കളി കാണാം.
അപ്പോൾ കഴിച്ചു പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് പാട്ടിൻ്റെയാണ്. ഭയങ്കര വെളിച്ചമാണ്. അത് കാണാൻ എല്ലാവരും ഇവിടെ നിന്ന് പോയി. പകുതി ആൾക്കാരും പോയി ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്തായാലും നോക്കാം കുറച്ച്. കള്ള
നമ്മൾ പോവരുത്. അപ്പൊ ചേട്ടൻ എനിക്ക് വന്നിട്ട് പുളിമുട്ടായും വെള്ളമൊക്കെ അടിച്ചെന്ന് ആദ്യത്തേക്ക് പുളിമുട്ടായി പകരം കടലയും മേടിച്ച് വെള്ളം കുടിച്ച് ആർജ് ഹാപ്പി ആയപ്പോൾ നമ്മൾ പോവേണ്ട നേരെ വീട്ടിലോട്ട് പോവാം. പ്രോഗ്രാം ഫുള്ള് കാണാൻ നിൽക്കുന്നില്ല, അത് പോവാം, നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാം. നമ്മളെന്തായാലും നടന്നത് റോഡിലെത്തി. ഇനി ഇവിടെ നേരെ വീട്ടിൽ പോട്ടെ, വീട്ടിൽ പോവാൻ കിടന്നുറങ്ങാം. അപ്പം എന്തായാലും പോവാം. നമ്മളിവിടുത്തെ നൈറ്റ് വ്യൂ ആണ്, നല്ല രസമാണ് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. കിട്ടോ ഇല്ലേ എങ്ങനെയെന്ന് അറിയത്തില്ല, നോക്കാം. നല്ല രസം. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. മഴയൊന്നും പെയ്യാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതിരിക്കുന്നു. എന്തായാലും ഇനി പോയി കിടന്ന് ഉറങ്ങാം, അതാണ് നല്ലത്. ഓ ആർജ് ഇവിടെ വന്ന് അങ്ങ് കാല് നീട്ടി ഇരുന്ന്. ഓ മലകയറ്റം. പാവം കിച്ചുവിന് ഫുഡ് വെച്ച് കൊടുത്തിട്ട് ആ ഫുഡ് ഇവിടെ വെച്ചിട്ട് പോയി. അവനെ എപ്പോഴും കൂട്ട് വേണം. അവന് ഞാൻ കൊടുക്കാത്തോണ്ടാണ് തിന്നാത്തെന്ന് തോന്നുന്നു. നോക്കാം. അങ്ങനെ വെറുതെ കൊടുക്കാനൊന്നുമില്ല, വാശിക്കുള്ളൂ. ആ പന്നി തിന്നണ്ട, പിന്നെ പന്നി തിന്നിട്ട് പന്നി ഇവിടെ എന്തിന്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അമ്പലത്തിലെ ഉത്സവം എല്ലാം കൂടി ആയിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഗ്യാസരം നമ്മൾ തേച്ചു. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നെല്ലാം കൊണ്ട് നഷ്ടക്കച്ചവടമാണ് ഗൈസ്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബൈ ബൈ.